പഠിക്കാൻ പോകുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1956 മുതൽ 61 വരെയാണ് കേട്ടോ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വ്യാവസായികവൽക്കരണത്തിനും ഗതാഗത വികസനത്തിനും പ്രാധാന്യം നൽകിയ ഈ പദ്ധതി വ്യാവസായിക പദ്ധതി എന്നും ഇൻഡസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ട് പ്ലാൻ എന്നും അറിയപ്പെട്ടിരുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിക്സിന്റെ പിതാവാണ് ആരാണ്? PC മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന PC മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയത്തിന്റെ ഫലമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അതിനാൽ തന്നെ ഈ പദ്ധതി മഹലനോബിസ് മാതൃക എന്നും അറിയപ്പെട്ടിരുന്നു. ദേശീയ വരുമാനം 25% കണ്ടു വർദ്ധിപ്പിച്ചതൊക്കെ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു കേട്ടോ. അടുത്ത നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. മിക്കതും നമുക്കൊക്കെ ഫോൾട്ട് വരുന്നൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് പഠിച്ചോളൂ കേട്ടോ. ജർമ്മൻ സഹകരണത്തോടെ ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റും റഷ്യൻ സഹകരണത്തോടെ ഛത്തീസ്ഗഡിലെ ഭിലായ് സ്റ്റീൽ പ്ലാന്റും ബ്രിട്ടീഷ് സഹകരണത്തോടെ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് എന്നിവ ആരംഭിച്ചത് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. മാനേജ്മെന്റ് രംഗത്തെ ഉന്നത പഠനത്തിനായിട്ട് 1961 കൊൽക്കത്തയിലും അഹമ്മദാബാദിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളൊക്കെ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഒന്നുകൂടെ പറയാം. മാനേജ്മെന്റ് രംഗത്തെ ഉന്നത പഠനത്തിനായിട്ട് 1961 കൊൽക്കത്തയിലും അഹമ്മദാബാദിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ സ്ഥാപിക്കപ്പെട്ടു. ഒരു കാര്യം കൂടെ ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ജർമ്മൻ സഹകരണത്തോടെ ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റും റഷ്യൻ സഹകരണത്തോടെ ഛത്തീസ്ഗഡിലെ ഭിലായ് സ്റ്റീൽ പ്ലാന്റും ബ്രിട്ടീഷ് സഹകരണത്തോടെ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റും എന്നിവയൊക്കെ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി. നന്നായി പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. എക്സാംസിൻ്റെ ഒക്കെ കൺഫർമേഷൻ കൊടുക്കാൻ വന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഒരിക്കൽ കൂടെ ശുഭരാത്രി. ടാറ്റാ.